നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ സൗത്ത് ഗോവയിലും അതുപോലെ തന്നെ നോർത്ത് ഗോവയിലും ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ഗോവയിൽ കോൺഗ്രസ്. ഗോവയിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായ സൗത്ത് ഗോവയിൽ ശക്തനായ സ്ഥാനാർത്ഥി ബിലിറ്റോ ഫെർണാണ്ടസിനെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഗോവയിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയായ രാംനാഥ് കൽപ്പനയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത്. സൗത്ത് ഗോവയിലും അതുപോലെ തന്നെ നോർത്ത് ഗോവയിലും ശക്തമായ അടിവേരുള്ള പാർട്ടിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കുന്നതിലൂടെ ശക്തമായ പോരാട്ടം നടത്തി ഇരു മണ്ഡലങ്ങളും കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഗോവയിലെ ശക്തരായ നേതാക്കളായ ബിലിറ്റോ ഫെർണാണ്ടസും അതുപോലെ തന്നെ രാംനാഥ് കൽപ്പനയും ശക്തമായ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഗോവയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഗോവയിൽ പാർട്ടി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ട് ബി.ജെ.പിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഗോവയിൽ സൗത്ത് ഗോവ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായതുകൊണ്ട് തന്നെ നിലവിലെ എം.പിയെ മാറ്റിക്കൊണ്ട് പുതുമുഖത്തെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ബിലിറ്റോ ഫെർണാണ്ടസ് എന്ന സൗത്ത് ഗോവയിലെ ശക്തനായ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് മണ്ഡലം നിലനിർത്തുവാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ബിലിറ്റോ ഫെർണാണ്ടസിലൂടെ കോൺഗ്രസിന് സാധിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുടെ തട്ടകമായ നോർത്ത് ഗോവയിലും ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാംനാഥ് കൽപ്പന എന്ന ശക്തനായ നേതാവിനെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ശക്തമായ പോരാട്ടത്തിനാണ് ഗോവ മണ്ണും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ പിന്തുണയുള്ള കോൺഗ്രസിന്റെ ഇരു സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.